സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടും സുഖമില്ലാതിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം സ്ഥാപനത്തിൽ നിന്ന് വണ്ടിയെ കൊണ്ടുവന്ന് ഒരു 2 വീഡിയോ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞിട്ടും കഴിഞ്ഞ ദിവസം വീണ്ടും വന്നില്ല. പിന്നെ മെൻ്റലിയും ഫിസിക്കലിയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ മെൻ്റലി പ്രശ്നങ്ങളൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് ഓവർ തിങ്കിങ് ആണ്. ലോകത്തെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച് ഒക്കെയുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ. പോട്ടെ, ഞാനിപ്പോൾ പറയാൻ വന്നത് ജി സുധാകരനെ കുറിച്ചാണ്. ജി സുധാകരനെ സഖാവ് എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഒരു കാലത്തും വിളിച്ചിട്ടില്ല. ഞാൻ പണ്ട് തൊട്ടേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹം ഒന്ന് ചിരിക്കുന്നൊരു ഫോട്ടോ പോലും നമുക്ക് കാണാൻ കണ്ടിട്ടില്ല. ഇവിടെ കെ സി വേണുഗോപാലും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും പിണറായി വിജയനും ഇ കെ നായനാരും പിന്നെ ഫുള്ള് ചിരിയായിരുന്നു. വി എസ് അച്യുതാനന്ദൻ വരെ ചിരിക്കുന്നത് നമുക്കത്രയോ അറിയാം. മനുഷ്യൻ ചിരിക്കാത്ത മനുഷ്യൻ, എപ്പോഴും ഒരു കർക്കശ ഭാവത്തിൽ ഒരു മാടമ്പ്യ സ്വഭാവമുള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജി സുധാകരൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് കോവിഡ് കാലഘട്ടത്തിൽ ആവലാതി പറയാൻ വേണ്ടി ചെന്നൊരു സാധാരണക്കാരനായ മനുഷ്യനോട് തട്ടിക്കയറുന്നത് ഒരു ജന്മി സ്വഭാവമാണ്. അതായത് അയാൾ ജന്മി, പാർട്ടി പ്രവർത്തകരെല്ലാം അടിമകൾ എന്നുള്ള മറ്റുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. എച്ച് സലാമിനെ വർഗീയവാദിയാക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ താഴെ പോയിട്ട് വന്നുകൊണ്ട് കിതയ്ക്കുന്നുണ്ട്, ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. അപ്പം ഇവിടെ കറണ്ട് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ AC പ്രവർത്തിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നില്ല. കുറച്ച് കറണ്ട് വന്നിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ. ആ സമയത്തൊന്ന് എൻ്റെ പേഴ്സണൽ പേജിലൊന്ന് ഇട്ടേക്കാമെന്ന് എഴുതി. എച്ച് സലാമിനെ എനിക്ക് 10-15 വർഷം മുമ്പാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. 2010 അന്നാണ് എൻ്റെ വിവാഹം. എൻ്റെ വിവാഹം പ്രണയവിവാഹമായിരുന്നു. വളരെ പെട്ടെന്ന് തീരുമാനിച്ചതാണ്. കല്യാണം കഴിക്കാൻ 2 വർഷം കഴിഞ്ഞ് അവളുടെ PG, അവൾ ഡിഗ്രിക്ക് എന്ന ഫൈനൽ ഇയറിന് പഠിക്കുകയാണ്. അവളെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവളെ വീട്ടിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി. അവളോട് ഡിസ്കംഫർട്ടബിൾ ആയിരുന്നു. അവൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഞാൻ പറഞ്ഞു, തന്നെ കോഴ്സിന് കൊണ്ടിട്ട് ഹോസ്റ്റലിലാക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. അപ്പോൾ വീട്ടുകാർ പഠിപ്പിക്കില്ല. ഞാൻ പറഞ്ഞു, അതിന് ഞാൻ പഠിപ്പിച്ചോളാം നിന്നെ PGക്കുള്ളത്. അവർ ഫിനാൻസിങ്ങിൽ എവിടെയും കൊണ്ടുപോയിട്ട് PGക്ക് പഠിപ്പിക്കില്ല എന്നുള്ളത് പറഞ്ഞു. പഠിപ്പിക്കാനും പൈസ മുടക്കണം, പിന്നെ കെട്ടിക്കാനും പൈസ മുടക്കണം. ഞാൻ പറഞ്ഞു, പഠിപ്പിക്കാനും ഒരു പൈസ മുടക്കണ്ട, കെട്ടിക്കാനും ഒരു പൈസ മുടക്കണ്ട, ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ സൂയിസൈഡ് ചെയ്യുന്നുള്ള രീതിയിൽ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് വന്ന് കല്യാണം കഴിക്കുകയത്. പെട്ടെന്ന് വന്ന് ആദ്യം ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു, ഒരു ഹോട്ടലിൽ പോയി റൂം എടുക്കുന്നു. അവളെ വീട്ടിൽ എവിടെയാണെന്നുള്ളത് ഞങ്ങൾ അറിയിക്കുന്നില്ല. പിന്നെ അവളെ വീട്ടുകാരൊക്കെ ഇടപെട്ട് എൻ്റെ വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ച് അവർ കല്യാണം നടത്തിത്തരാം എന്നൊരു വാക്കിൻ്റെ പുറത്ത് അവളുടെ അമ്മാവൻ്റെ വീട്ടിൽ അവളുടെ അച്ഛനും ഒക്കെ അവിടെ, അമ്മയൊക്കെ അവിടെ ഉണ്ട്. ആ വീട്ടിൽ ഞാൻ കൊണ്ടേയാക്കുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു. ഒരു രാത്രിയാണ് കൊണ്ടേയാക്കുന്നത്. പിറ്റേ ദിവസം രാത്രിയിൽ ഒരു ദിവസം ഞങ്ങൾ ഫുൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് തീരുമാനിച്ചു. പിന്നീട് കല്യാണം നടത്തുന്നു. മനസ്സമ്മതം, അങ്ങനെ കല്യാണം നിശ്ചയമൊന്നും വേറെ ഉണ്ടായിരുന്നില്ല. എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റയടിക്ക് 2 കൂട്ടരും കൂടിയിട്ട് ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ട് നടത്തിയത്. അപ്പോൾ എനിക്കധികം ദിവസം കിട്ടിയില്ല കല്യാണം വിളിക്കാൻ. അപ്പോൾ ഞാൻ സുഹൃത്തുക്കളെയാണ് ഏൽപ്പിക്കുന്നത്. അതുമാത്രമല്ല, അതിൽ നിങ്ങൾ വിളിച്ചിട്ട് വരുമെന്ന് പറയുന്നത്, എനിക്ക് എല്ലാവരും കൂടി വിളിക്കാൻ സമയം കിട്ടില്ല. എല്ലാവരും നമ്പറും എൻ്റെ അടുത്തില്ല. നിങ്ങളുടെ നമ്പറൊക്കെ എടുത്തിട്ട് എല്ലാവരും വിളിക്കാൻ നിൽക്കണ്ടേ. അപ്പോൾ അവർ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. രാജൻ്റെ കല്യാണത്തിന് ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും എത്തിക്കൊള്ളുമല്ലോ, വരാൻ പറ്റുന്നവർ എന്നുള്ള രീതിയിൽ സുഹൃത്തുക്കളെയാണ് ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ ഏൽപ്പിച്ചിരുന്ന സമയത്താണ് എന്നെ CPMൻ്റെ അന്നത്തെ മഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ സെക്രട്ടറി ആയിരുന്ന സഖാവ് അയ്യപ്പൻകുട്ടി വിളിക്കുന്നത്. ഞാനന്ന് പാർട്ടിയായിട്ട് എതിർത്ത് നിൽക്കുന്ന സമയം കേട്ടോ. പാർട്ടിയുടെ നിരന്തര വിമർശകനാണ്. ഫേസ്ബുക്കിലൊക്കെ എഴുത്താണെന്ന്. അന്ന് യൂട്യൂബൊന്നും എനിക്കില്ല. ഫേസ്ബുക്കിലിരുന്ന് എഴുതും. ഗൾഫിൽ കാരണം വേറെ പണിയൊന്നുമില്ല. രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങളൊക്കെ തീർക്കാൻ 1/2 മണിക്കൂർ മതി. പിന്നെ വൈകിട്ടേ ഉള്ളൂ. അതുവരെയുള്ള സമയത്ത് ഫേസ്ബുക്കിലാണ് ജീവിക്കുന്നതെന്ന്. അപ്പോൾ ആ സമയത്ത് പാർട്ടിയെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയ്യപ്പൻകുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് പാർട്ടി ഏരിയ സെക്രട്ടറി അസീംകാരാണ്, മുൻ മഞ്ചേരി മുനിസിപ്പൽ ചെയർമാനും അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റി അംഗവും DYFയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന അസീങ്കയാണെന്ന് ഏരിയ സെക്രട്ടറി. അസീങ്കയുടെ മകൻ ഇമാം ഗ്രിഗോറിയോസ് കാരാട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ അഭിഭാഷകനാണ്. നല്ലൊരു പയ്യൻ, നല്ല മിടുക്കൻ പയ്യൻ, നല്ല കോമ്പറേറ്റീവാണ്, നല്ല ബോധമുണ്ട്, വിവരമുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നാളെ DYFയുടെ ബ്ലോക്ക് കമ്മിറ്റി ഉണ്ട്, വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും നേരിട്ട് കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഏരിയ കമ്മിറ്റി എന്ന് പറയുന്നത് അന്ന് വണ്ടൂർ ഏരിയ കമ്മിറ്റിയാണ്, വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയാണ്. പക്ഷേ ഞാൻ അന്ന് മഞ്ചേരി ചെന്നു. അപ്പോൾ ബ്ലോക്ക് കമ്മിറ്റി യോഗം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചെന്ന വിവരം എനിക്ക് വരെ വിളിക്കാനാണെന്നുള്ളതും എനിക്ക് പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഇവരെ കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുക. അത് ഈ പാർട്ടി കമ്മിറ്റികൾ, CPM കമ്മിറ്റികൾ അറിയാമല്ലോ. അന്തർദേശീയം തൊട്ട് സാൽക്യാപ്രീനം തൊട്ട് ഇറ്റലിയിൽ എന്ത് സംഭവിച്ചു, സോവിയറ്റ് റഷ്യയിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ക്ലാസ്സുകൾ വിട്ട് ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പം ഇടയ്ക്കുന്ന് അന്ന് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള, ഇപ്പോൾ CPMൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് VP അനിലേട്ടൻ, അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് ഇപ്പോൾ CPMൻ്റെ. അന്ന് അദ്ദേഹം DYFയുടെ ജില്ലാ സെക്രട്ടറിയാണ്.
അതോടൊപ്പം തന്നെ പഴയ SFIയുടെ ജില്ലാ സെക്രട്ടറി, ഇപ്പോൾ CPMൻ്റെ ഏരിയ സെൻട്രൽ അംഗം ഒക്കെ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ടോം കെ തോമസ്, ടോമേറ്റർ അന്ന് DYFIയുടെ ജില്ലാ ട്രഷററാണ്. ഇവർ രണ്ടുപേരും കമ്മിറ്റി ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, രാജനൊരു കാര്യം ചെയ്തോ, അകത്ത് വന്നിട്ട് കമ്മിറ്റിക്കകത്ത് വന്നിട്ട് എല്ലാവരും കൂടി ഇൻവൈറ്റ് ചെയ്തോ, എല്ലാവരും ഇനി പുറത്തിറങ്ങിയിട്ട് ഓരോരുത്തരെ വിളിക്കാൻ നിൽക്കണ്ട, മൊത്തത്തിൽ നീ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചു എന്ന് പറഞ്ഞു. പാർട്ടിയെ വിമർശിക്കുന്ന, പാർട്ടിയിൽ നിന്ന് അകന്നുപോയ, പാർട്ടിക്കെതിരെ നിരന്തരം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന എന്നോട് CPMും DYFIയും SFIയും ഒക്കെ ആ കരുണ കാണിച്ചിട്ടുണ്ട്, അവരൊരു ദയാദാക്ഷിണ്യം ഉണ്ടായിട്ടുണ്ട്, പരിഗണന തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പറഞ്ഞു, ഞാനങ്ങനെ കമ്മിറ്റിക്കകത്ത് കയറിയെന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. ഞങ്ങളല്ലേ പറഞ്ഞത്, ജില്ലാ സെക്രട്ടറിയും പിന്നെ ജില്ലാ ട്രഷററും അല്ലേ ഞങ്ങൾ, പിന്നെ ബ്ലോക്ക് പ്രസിഡന്റ്, ബ്ലോക്ക് സെക്രട്ടറിക്ക് എന്നെ അറിയുന്നതാണ്, എല്ലാവർക്കും ബ്ലോക്ക് കമ്മിറ്റിയിലുള്ള എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ ആ കമ്മിറ്റിക്കകത്ത് ചെല്ലുമ്പോൾ സലാം എന്ന് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സലാമാണ് ആ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നത്. സലാം എന്നെ പരിചയപ്പെടുന്നു, എന്നോട് സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇടയ്ക്കൊക്കെ ഫേസ്ബുക്കിലൊക്കെ എതിരായിട്ടാണ് സംസാരിക്കാറ് എന്നുള്ളത് പറഞ്ഞു. അതൊന്നും കാര്യമാക്കണ്ട, നിങ്ങളെ സ്വഭാവമൊക്കെ ഇവിടെ ഉള്ളവർ പറഞ്ഞു തന്നു, നിങ്ങൾ കല്യാണം വിളിക്കുക എന്ന് പറഞ്ഞു. ഞാൻ അന്ന് ആ കല്യാണത്തിന് അവരെ ക്ഷണിക്കുന്നത് കമ്മിറ്റി അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ ആദ്യം സംസാരിക്കുന്നത്, എനിക്കൊരു അവസരം തന്ന ഈ ബ്ലോക്ക് നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും DYFI എന്ന പ്രസ്ഥാനത്തിനും ഞാൻ നന്ദി പറയുകയാണ്. CPM ഏരിയ സെക്രട്ടറി അന്ന് അതിൽ പങ്കെടുക്കുന്നുണ്ട്, അസയാക്ക. അന്ന് പ്രൊഫസർ AN ശിവരാമൻ നായർ, മുൻ ജില്ലാ കമ്മിറ്റി അംഗം, മുൻ ഏരിയ സെക്രട്ടറി, അന്തരിച്ചു പോയി. അദ്ദേഹമാണ് എൻ്റെ കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, അദ്ദേഹവും ഷംസു പിന്നിക്കലും കൂടിയാണ് കല്യാണമൊക്കെ നടത്തി തരുന്നത്. അവർ ഫുള്ളായിട്ട് കാർലോമാരുടെ സ്ഥാനത്ത് പള്ളിയിലും ഓഡിറ്റോറിയത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് പിന്നെ ANS ഉണ്ട് കമ്മിറ്റിക്കകത്ത്. ഞാൻ കമ്മിറ്റി അഭിസംബോധന ചെയ്ത് സംസാരിച്ച് ഇങ്ങനെയാണ്, എനിക്ക് അവസരം തന്നത്, ഇത്രയൊക്കെ ഞാൻ നിങ്ങളെ വിമർശിക്കുമ്പോഴും എനിക്ക് പരിഗണന തന്നതിനകത്തുള്ള നന്ദി ആദ്യം അറിയിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. സലാമിനെ പരിചയപ്പെട്ട ഒരു 5 മിനിറ്റ് പുള്ളിയായിട്ട് സംസാരിക്കാൻ പറ്റി അവിടെ. കാരണം ഞാൻ കയറി ചെല്ലുമ്പോൾ കമ്മിറ്റിക്ക് വീണ്ടും എന്തോ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരോ. അതുപോലും കമ്മിറ്റിക്കകത്തില്ലാത്ത എൻ്റെ മുമ്പിലിരുന്ന് അവർ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ സലാമിനെ പരിചയപ്പെടുന്നു. ഞാനത് കഴിഞ്ഞിട്ട് കമ്മിറ്റിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഈ പഞ്ചായത്തിലോ ഈ മണ്ഡലത്തിലോ ഇതിൻ്റെ ഒരു 40 കിലോമീറ്റർ, 24-25 കിലോമീറ്റർ ചുറ്റളവിൽ, കാരണം എനിക്ക് പിന്നെ നിലമ്പൂർ കഴിഞ്ഞാലേ ഉള്ളൂ ബന്ധുക്കൾ, ചുറ്റളവിൽ എനിക്കൊരൊറ്റ ബന്ധു പോലും ഇല്ല. അമ്മയുടെ കുടുംബക്കാരോ അച്ഛൻ്റെ കുടുംബക്കാരോ ഒരു കുടുംബ ബന്ധവും ഒരു ബന്ധുക്കളും എനിക്ക് മണ്ഡലത്തിലോ ഈ പരിസര പ്രദേശങ്ങളിലോ ഇത്രയും കിലോമീറ്റർ ചുറ്റളവിലോ എനിക്കില്ല. അപ്പം നിങ്ങൾ ആണ് എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾ. നിങ്ങൾ വന്നിട്ട് കല്യാണം നടത്തി തരണം എന്നാണ് ഞാൻ പറഞ്ഞത്. കല്യാണത്തിൽ പങ്കെടുക്കണം, ഇന്ന സമയത്താണെന്നുള്ളതൊന്നും പറഞ്ഞില്ല, ഡീറ്റെയിൽസൊക്കെ പിന്നെ ഇവർ പറയും. ഞാൻ ഒരു 1-2 കത്തോടെ വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ അതോ എല്ലാവർക്കും ഉള്ള കത്ത്, മൊത്തം കമ്മിറ്റിക്കുള്ള കത്ത് ഞാനവിടെ കമ്മിറ്റിക്കുള്ള കത്തായിട്ട് കൊടുത്ത്, പിന്നെ പാർട്ടിക്കുള്ള കത്തൊക്കെ പിന്നെ ഏരിയ പിന്നെ ഓഫീസ് സെക്രട്ടറി എടുത്ത് ഏൽപ്പിക്കുക ചെയ്ത്. ഞാൻ നേരിട്ട് വിളിക്കാതെയാണ് ഓരോരുത്തരും കല്യാണത്തിന് വന്നത്. അവർക്ക് പറ്റുന്ന ആൾക്കാരോട് അവർ പറഞ്ഞു, വരുന്നവരുടെ ലിസ്റ്റ് എന്നെ ഫോൺ ചെയ്ത് അറിയിച്ചു. അങ്ങനെയാണ് കൗണ്ട് എടുത്തിട്ട് പാചകക്കാർക്ക് ലിസ്റ്റ് കൊടുക്കുന്നത്. ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് മഞ്ചേരി ടൗൺ ഹാളാണ് ബുക്ക് ചെയ്തത്. ടൗൺ ഹാൾ ബുക്ക് ചെയ്യുന്നതിനകത്തും പലരുടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. അന്ന് മുസ്ലിം ലീഗാണ് പിന്നെ മുനിസിപ്പൽ ചെയർമാൻ. മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് സഹായം ഉണ്ടായ ടൗൺ ഹാൾ പെട്ടെന്ന് ഡേറ്റ് ബ്ലോക്ക് ചെയ്തിട്ടു. ഞാൻ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പിന്നെയാണ് പോകുന്നത്. പൈസ കൊടുക്കുന്നതിന് മുമ്പേ അവർ ബ്ലോക്ക് ചെയ്തിട്ടു. അതിന് വേണ്ട സഹായങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മുനിസിപ്പൽ ചെയർമാനും വൈസ് ചെയർമാനും ചെയ്തു തന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം വൈസ് ചെയർമാൻ കോൺഗ്രസിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, സലാമിനെയൊക്കെ ഒരു മുസ്ലിം പേരുകാരനായതുകൊണ്ട് വർഗീയവാദിയാണ്, സുലാപ്പിയാണ്, ഇസ്ലാമിക ഭീകരവാദിയാണ് എന്ന് മുദ്ര കുത്തുന്നത്, പേര് നോക്കിയിട്ട് ആൾക്കാരെ വർഗീയവാദിയായിട്ട് മുദ്ര കുത്തുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഒരു മുസ്ലിമായി ജനിച്ചവനെന്ന് കേരളത്തിൽ ഞാൻ വർഗീയവാദി അല്ല എന്ന് തെളിയിക്കേണ്ടത് അവൻ്റെ ഉത്തരവാദിത്തമായി മാറി. സ്വാഭാവികമായും ആ സമൂഹത്തിനകത്ത് വർഗീയവാദികളുടെ എണ്ണം പിന്നെ താരതമ്യേന മറ്റു മതവിഭാഗങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ലോകത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത്തരം ഭീകരവാദ പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി പോകുന്നവർ, എതിർമതക്കാരെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒക്കെ ഏറെയാണ്. അവരുടെ അപരബോധമുണ്ട്. അതാണ് ഇസ്ലാമോഫോബിയയുടെ കാരണം. സുധാകരനെ പോലുള്ള ആൾ, അയാൾ പാർട്ടി പ്രവർത്തിക്കുമ്പം അയാൾ VS അച്യുതാനന്ദനെ എത്ര ദ്രോഹിച്ചിട്ടുണ്ട്, VS അച്യുതാനന്ദനെ എത്ര പുച്ഛിച്ചിട്ടുണ്ട്, കൂടെ നിന്ന് കാലു ചവിട്ടില്ലേ ഇത്. അങ്ങനെ VS അച്യുതാനന്ദനെ ചതിച്ചതല്ലേ. അതിനകത്തൊരു മനസ്സാക്ഷിക്കുത്ത് ഈ സുധാകരന് തോന്നിയിട്ടില്ലല്ലോ. സാധാരണക്കാരോട് പെരുമാറും ഈ പ്രായത്തിലും അധികാരത്തിൻ്റെ ആർത്തിയാണ്. അപ്പം സലാമിനെ വർഗീയവാദിയാക്കാനുള്ള അയാളുടെ ശ്രമങ്ങൾ, നാസറിനെ വർഗീയവാദിയാക്കാനുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ നാളെ സജി ചെറിയാനെ ക്രിസ്ത്യൻ വർഗീയവാദിയായിട്ട് ആരെങ്കിലും കണ്ടാൽ അത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, സുധാകരനെ വർഗീയവാദിയാണോ എന്നുള്ളത് എനിക്കിപ്പോൾ സംശയമുണ്ട്. അയാളുടെ ഉള്ളിൽ വർഗീയതയല്ല, മാനവി സ്വഭാവമാണ് കൂടുതലും, ജന്മി മനോഭാവമാണ്. ഭുവനേശ്വരൻ സഖാവൊക്കെ
പിന്നെ അന്ന് കൊല ചെയ്യപ്പെട്ടത് നന്നായി. ഇല്ലെങ്കിൽ ഇങ്ങനൊരു സഹോദരൻ കാരണം അയാൾ ആത്മഹത്യ ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ഇയാൾക്ക് വളരാൻ വേണ്ടി സ്വന്തം സഹോദരനെ കൊന്നുകളയില്ല എന്നെന്താ ഉറപ്പുള്ളത്? അപ്പോൾ എന്തായിരുന്നാലും ജി സുധാകരൻ രാഷ്ട്രീയ അശ്ലീലമാണ്. ആ രാഷ്ട്രീയ അശ്ലീലത്തിന് കോൺഗ്രസ് പിന്തുണ കൊടുക്കുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം 3ാം പിണറായി സർക്കാർ വരണമെന്ന് ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 3ാം പിണറായി സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്ന UDF ജി സുധാകരനെ പിന്തുണയ്ക്കുന്നതിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ജി സുധാകരൻ സലാമിനെ ഇങ്ങനെ പിന്നെ ഒരു മുസ്ലിം ഭീകരവാദിയായി ബ്രാൻഡ് ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങളെ അപലപിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ഓക്കെ.